ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ Airbnb വഴിയാണ് റൂം ബുക്ക് ചെയ്തത്. അതായത് എൻ്റെ ട്രാവൽ ടൈമിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ Airbnb ചൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് എനിക്കുണ്ടായ Airbnbയുടെ എക്സ്പീരിയൻസും അതേപോലെ റൂം സർവീസ് എക്സ്പീരിയൻസുമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫാമിലി മെമ്പേഴ്സിന് ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ, ഇനി ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ താമസിക്കാൻ, അതായത് ഹോംലി അറ്റ്മോസ്ഫിയറിൽ, വില്ലാസിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ആണ് Airbnb പ്രൊവൈഡ് ചെയ്യുന്നത്. Airbnbയിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടു ടൈം ലാഗിങ് പ്രോസസ് എന്നാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് മീൻസ് നമ്മളൊരു പ്രോപ്പർ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേക്ക് മൈ ട്രിപ്പിലോ അല്ലെങ്കിൽ booking.com വഴിയുള്ള ആപ്പിലോ ഒക്കെ നമ്മൾ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് വിത്തിൻ 10 minutes വി ക്യാൻ കൺഫേം എ റൂം. ഈ ടൈം ലാഗിന്റെ റീസൺസ് എന്ന് പറയുന്നത് first one is they are not providing the proper property location and hostess they are not providing the timely response. Airbnb വഴി ഞാൻ 2-3 ദിവസം താമസിക്കാനായി ചൂസ് ചെയ്ത അപ്പാർട്ട്മെന്റ് ആണിത്. ബാംഗ്ലൂർ വസന്ത് നഗർ ക്യൂൻസ് റോഡിലാണ് ചെമ്പിട്ടിയുടെ ലൊക്കേഷൻ. നമ്മൾ നോർമൽ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർ ലെവൽ നോക്കിയിട്ടും അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഗസ് വാട്ട് സർവീസസ് ആർ ദേ ആർ പ്രൊവൈഡിങ്. ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിതിൻ മിനിറ്റ്സ് വി ക്യാൻ ഗെറ്റ് ദ ടൈംലി റെസ്പോൺസ് ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ദ പ്രോപ്പർ കോൺടാക്ട്സ്. പക്ഷേ Airbnbയിൽ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമുക്ക് Airbnb ത്രൂ ഹോസ്റ്റസിന് മെസ്സേജ് ചെയ്യാം. ഇനി ഹോസ്റ്റസിനോട് 1-2 ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചാൽ അവർ പറയും ഫസ്റ്റ് നിങ്ങൾ റൂം ബുക്ക് ചെയ്യൂ, ദെൻ വി പ്രൊവൈഡ് ഓൾ ഡീറ്റെയിൽസ്. ഇനി റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സച്ച് എ ബ്യൂട്ടിഫുൾ റൂം. ഇവർ തീം ബേസിൽ, അതായത് ബാംഗ്ലൂർ സിറ്റിയുടെ ഗാർഡൻ സിറ്റി എന്നുള്ള തീമിലാണ് ഇവർ ഈ റൂമിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റിക്കകത്താണ് താമസിക്കുന്നതെന്ന് ഫീൽ ചെയ്യത്തില്ല. അതേപോലെ അത്രയും കാമായിട്ടുള്ള, നിറയെ മരങ്ങളുള്ള, നമുക്ക് റിഫ്രഷിങ് എയർ കിട്ടുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഈ മരങ്ങളിൽ നിറച്ച് കിളികളും ഉണ്ട്. ഇതേ തീം ബേസിൽ ബാലി റൂം, ഗ്രീസ് റൂം, ഇങ്ങനെ 2 റൂമുകളും കൂടി ഇവിടെ ഉണ്ട്. താരിഫ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് വെരി ലിമിറ്റഡ് മെനു ആണ്. ഒരു ദിവസം അരി ഇഡ്ലി, അടുത്ത ദിവസം റവ ഇഡ്ലി വിത്ത് ഗോതമ്പ് ഉപ്മാവ്, റവ ഉപ്മാവ്, ലിറ്റിൽ ഫ്രൂട്ട്സ്, ലിറ്റിൽ ചായ, ഇത്രയേ ഉള്ളൂ. ബാത്റൂം അവൈലബിലിറ്റി ഇസ് ഓൾസോ ലിമിറ്റഡ്. ഐ ഫീൽ വൺ ഓഫ് ദ ഓൾഡ് പ്രോപ്പർട്ടി ഹാസ് മെയിൻറ്റൈൻ ലൈക്ക് ദിസ്. റൂമിൽ കെറ്റിൽ അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് മോർണിംഗ് ടീ കുടിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. ആകെ കിട്ടിയത് ബ്രൂവിന്റെ 1-2 സാഷെ പാക്കറ്റും ഒരു ബോട്ടിനകത്ത് കുറച്ച് ഷുഗറും മാത്രമാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ചായ അവൈലബിൾ ആണ്. അത് കൂടാതെ മോർണിംഗ് ടീയോ ഈവനിങ് ടീയോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തരും, അതും പ്ലാസ്റ്റിക് കവറിനകത്ത്. ഈ പ്രോപ്പർട്ടിയിൽ എല്ലാം ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെക്ക് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതായത് പവർ ബാക്കപ്പ്. അതിന്റെ പണിഷ്മെന്റ് എനിക്ക് കിട്ടി. ഒരു 5 മിനിറ്റ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ലിഫ്റ്റിൽ കുടുങ്ങി. 3rd ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലെ പാൻട്രിയിലേക്ക് വെള്ളം എടുക്കാൻ പോയതാ. കയ്യിലും മൊബൈലും ഇല്ല. അടിപൊളിയായിട്ട് ലിഫ്റ്റിനകത്ത് നിന്ന് ഇടിച്ച് കൂകി വിളിച്ചപ്പോൾ ഏതോ ഒരു സ്റ്റാഫ് വന്ന് തുറന്നു. മുഖത്ത് നല്ല പുഞ്ചിരി. ഞാൻ വെച്ചു പവർ ബാക്കപ്പ് ഇല്ലെന്ന് വെച്ചപ്പോൾ നോ മാം എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് നടന്നുപോയി. ഞാൻ ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഞാൻ പ്രോപ്പർ ലൊക്കേഷനിലാണോ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ Airbnb കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം അതായിരുന്നു, പ്രോപ്പർ ലൊക്കേഷൻ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതായത് ക്യൂൻസ് റോഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്താലും ബാംഗ്ലൂരുള്ള ഓൾ പ്രോപ്പർട്ടീസിനകത്ത് ലിസ്റ്റ് ചെയ്യും. ഈ പ്രോപ്പർട്ടിയുടെ പെർ ഡേ താരിഫ് 3000+ ആയിരുന്നു. സോ പ്ലീസ് കമന്റ്, ഈസ് ഇറ്റ് വർത്ത് ഓർ നോട്ട്?